ഹായ് നമസ്കാരം. എല്ലാവർക്കും ഫുട്ബോൾ സംസാരത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയൻ. നമുക്കെല്ലാവർക്കും അറിയാം നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ. ചരിത്രത്തിലെ തന്നെ ഏകദേശം 40 വർഷത്തിനിടയിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലീഗ് സിസ്റ്റം താറുമാറായി. ആരിനി ഈ ലീഗ് നടത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. പലരും പറഞ്ഞ് ജനുവരിയിൽ നമ്മുടെ ISL തുടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ ജനുവരിയിലും തുടങ്ങാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഫെബ്രുവരിയിലും തുടങ്ങാനും സാധ്യതകളില്ല. ലീഗ് ക്ലബ്ബുകളും ISL ക്ലബ്ബുകളും പലതരത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവർ തന്നെ ലീഗ് നടത്താം എന്നുള്ള പ്രപ്പോസൽസ് വെച്ചു. പക്ഷേ നമ്മുടെ AIFF അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഗവൺമെൻറ് തലത്തിലുള്ള പല നിർദ്ദേശങ്ങളും വന്നു. പക്ഷേ അതിനോടും അവർ യോജിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ചിലരുടെ എല്ലാം പിടിവാശികൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ ശരിക്കും തകർക്കുന്നുണ്ട്. അത് AIFFൻ്റെ മാത്രമല്ല, ചില ആൾക്കാരുടെ ഈഗോ ക്ലാഷുകൾ, അവരുടെ പേഴ്സണൽ നേട്ടങ്ങൾക്ക് വേണ്ടി ചിലർ ഇന്ത്യൻ ഫുട്ബോളിനെ നശിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നത് അവർ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ രക്ഷകരാണെന്നാണ്. പക്ഷേ അവർ രക്ഷകരല്ല. അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ലബിനും അക്കാഡമിക്കും വേണ്ടി മാത്രം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും നമ്മുടെ ഫുട്ബോൾ ഭാവി എന്താണെന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം ഇനി എന്താണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താണെന്നുള്ളത്.